ഷോർട്ടായിട്ടായിരിക്കാം ഒരു പക്ഷേ ബാറ്ററി ചാർജ് ഇറങ്ങി പോയേക്കണേ. തന്നെയല്ല, ഞാൻ വേറെ ബാറ്ററി വെച്ചിട്ട് വണ്ടി സെൽഫ് എടുക്കണ്ടായില്ല. അപ്പോൾ ഞാൻ ബാറ്ററി കണക്ട് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ സെൽഫ് മോട്ടർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. അഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ മോട്ടർ മൊത്തം ഉരുകി പോയേക്കാണ്. അതായത് മൊത്തം കത്തിയേക്കാണ് അതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മോട്ടർ മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫ് ഒന്ന് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റിംഗ് വന്നാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മിക്കവാറും സെൽഫ് റിലേ ഷോർട്ടായി മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ലോഡായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് മെയിൻ റീസൺ. ഇപ്പം നിലവിൽ സെൽഫ് മോട്ടർ മാറ്റി വെച്ചാലാണ് മോട്ടർ വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. സെൽഫ് മോട്ടറും അതേപോലെ തന്നെ സെൽഫിൻ്റെ റിലേ യൂണിറ്റ്, അത് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഒരു യൂണിറ്റാണ്. ആ റിലേ യൂണിറ്റ് മാറ്റി വെക്കുക. കാരണം എന്താ വെച്ചാൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം റിലേ ഒരു പ്രാവശ്യം ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചില്ലെങ്കിലും വീണ്ടും കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഇലക്ട്രോണിക്സ് ഒരു കമ്പോണൻറ്റാണ്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ നോക്കി കറക്റ്റാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പ്ലഗ് മാറ്റിയിട്ട് ഇപ്പോൾ വണ്ടി സെൽഫ് സ്റ്റാർട്ടായി കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ മോട്ടർ അഴിച്ച് ഈ പറഞ്ഞ പോലെ മോട്ടർ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ, പക്ഷേ നടപടിയില്ല. മാറ്റി പുതിയത് വെക്കണം. സെൽഫ് മോട്ടറും സെൽഫ് റിലേയും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബാറ്ററി നമുക്ക് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ എന്തെങ്കിലും പ്രോബ്ലം, അങ്ങനെ റിലേ ഷോർട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സെല്ല് ഡാമേജൊക്കെ വരാറുണ്ട് സാധാരണ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ബാറ്ററി ചാർജ് കയറുന്നതിൽ വേരിയേഷനൊക്കെ കാണിക്കും. ഇതിപ്പോൾ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കയറണമൊക്കെ ഉണ്ട്, പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് കയറണമെന്നുള്ളൂ. അത് ഫുൾ ഡെഡായി പോയതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ സെറ്റാക്കാം. അപ്പോൾ ഈ സെൽഫ് മോട്ടറും റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ആ മോട്ടറുമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി മൊത്തം അതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് സെപ്പറേറ്ററൊക്കെ ഉരുകിപ്പോയി എൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ മോട്ടർ മാറ്റി വയ്ക്കാനാണ് തരുള്ളൂ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ.